Skeleton ഗെയിമിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോക്ക് എല്ലാം മച്ചന്മാർക്ക് ഒരു സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് എപ്പിക് പ്രിസൺ ബ്രേക്ക്. എങ്ങനെ കളിക്കാമെന്ന് അറിയില്ല. നമ്മുടെ അപ്പൂപ്പത്താടി അവിടെ ഉണ്ട്. അയ്യോ അപ്പൂപ്പ അസുഖല്ലേ? കലിപ്പിലൊക്കെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. അതിൽ ആരൊക്കെ കുറേ പേര് എസ്കേപ്പ് ചെയ്ത് കണ്ട് മോഹൻ്റെ എന്തായാലും കോണിയിൽ നടക്കണ സൗണ്ട്. ഈ സത്യം ഓ ജസ്റ്റ് മിസ് അങ്ങനെ ചത്തു ഗൈസ്. റീപ്ലേ അത് ചത്തു ഗൈസ്. അവിടെ നിൽക്ക്. ഉരിയണ്ട. ഗൈസ് കൺട്രോൾ കിട്ടണ്ട ഗൈസ്. നമുക്കൊന്ന് ചാവല പണി തോന്നുന്നു ഗൈസ്. മെല്ലെ പോയാൽ മതി, ഒരു പൊരിച്ചതില്ല. മെല്ലെ പോയാൽ ഇത് കൺട്രോൾ നോക്കി പോയാൽ പിന്നെയും കുഴപ്പമില്ല. അതൊക്കെ ഉണ്ട്. അടുത്ത് പൊട്ടിച്ചാൽ ചാടിക്ക. ഓ അതിൻ്റെ മോന്താന്ന് ഇടിച്ചു. ചത്ത്. നമുക്കിങ്ങനെ ചാവലാണ് പണി ഗൈസ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ്റെ ഒക്കെ ഇത് നീങ്ങി പോണതൊക്കെ ഞാനത് കളിച്ചിരുന്നു. അപ്ഡേറ്റഡ് വേർഷൻ ഇത് ഇങ്ങനെയല്ല ഇരിക്കും. അപ്പം ദിവസം വന്നു. ഞാൻ പറയണ്ടേ നമുക്ക് അതിൻ്റെ രീതി പിടച്ചോടണം. അവരങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പിടച്ചോടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അവരങ്ങോട്ട് പോയി പടച്ചോടിക്കും. അടിച്ചു. ഓടിക്കോ പടച്ചോടിക്കോ ഓടിക്കോ പൈസ. ചത്ത്. സ്ഥലം മാറിപ്പോയി. സ്ഥലയാതെ കൺട്രോൾ. നമ്മൾ ഇവിടെ വരെ എത്തി. ഇതിൻ്റെ മൾട്ടിപ്ലെയർ വീഡിയോ കാണിച്ച കമൻറ്റ് ചെയ്യുക. അന്ന് നമ്മേതാ മറ്റേ രൂപൻ അതെന്താ നമ്മൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ വഴിയടിക്കിന്. ഹാക്കർ ഗൈസ്. ഹാക്കർ ഗൈസ് ഇതിൻ്റെ മൾട്ടിപ്ലെയർ വീഡിയോ കാണിച്ചാൽ കമൻറ്റ് ചെയ്യുക. റോബ്ലോക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാമല്ലോ. ഇതെന്താ അയ്യോ കേണ്ട. ഓട് ചാട്. ഫസ്റ്റ് നമുക്ക് ആർക്കാണ് ചലിച്ച് കയറ്റും. ഇത് ഏത് ഈ രൂപ പോടാ. ഗൈസ് നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ പുസ്തകമൊക്കെ പൂജിക്ക് വെച്ചിട്ട്. ഇപ്പോൾ പോയി ലൈക്ക് അടിച്ചാ ലൈക്ക് അടിച്ച പൈസ. ഇത് പിന്നെ നക്കേണ്ട ആവശ്യമില്ലല്ലേ. പ്രാന്ത് ഷിഫ്റ്റ് ആയിട്ട് പഠിക്കും. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഈ സാധനമല്ലേ ഗ്രില്ല് സൈഡത്തെ അതുമ്പോൾ തട്ടി നമ്മൾ വീഴാനും സാധ്യതയുണ്ട്. എവിടെയാ നിങ്ങൾക്കറിയാമെന്നറിയില്ല. ഈ സൈഡത്തെ ഗ്രില്ലുമ്പോൾ തട്ടി നമ്മൾ നിലത്ത് വീഴാനും സാധ്യതയുണ്ട്. നമ്മൾ മറ്റേ ടെമ്പിൾ റൺ പോലെയാണ് നമ്മൾ കളിക്കുന്നത്.
ഈ ചെക്കന് വേറെ പ്രത്യേകത ഉണ്ട്, ഇതെല്ലാം പൊത്തി പിടിച്ച് കയറും. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് അടിച്ച് പൊട്ടിക്കും ഗൈസ്. എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. എന്താ എൻ്റെ കേട്? പോടാ പോടാ, തീ കത്തിച്ചിട്ട് മൂട്ട് വന്ന് കത്തിക്കൂടാ. ഓ നിങ്ങൾ കണ്ട പൈസ ഓൻ എന്തായതുകൊണ്ടാ വന്ന്. കുഴിച്ച നമ്മൾ കോരി പോവുകയാണ് ഗൈസ്. എൻ്റെ മൂലാവെന്നൊക്കെ ഈ പാർക്കോർ ചാടിക്കോ ഗൈസ്, ചാടിക്കോ. ഗൈസ് അൽഫാം ഉണ്ടാക്കാൻ പോയതാണ് ഗൈസ്. ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടല്ലോ അവനെയാണോ. അപ്പം നമുക്ക് മനസ്സിലായി ആ ഇത് ഏതാ പൊട്ടുക, ഇത് പൊട്ടില്ല, അതാ പൊട്ടുക. ഗൈസ് നമുക്ക് വേഗം ചാടിക്കോ ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ മന്തി ഫാനാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. വല്ല കഴിവുകൊണ്ടാണ് എനിക്ക് അവിടത്തുണ്ട്. അതെന്താ ഗൈസ് അവന് മാത്രം പ്രത്യേകത? അതെന്താ ഗൈസ് അവന് മാത്രം ഒരു പ്രത്യേകത ഗൈസ്? പഠിച്ചു ചാടിക്കോ. അവിടെ ഹോള് വെക്കാൻ എന്നോട് ആരടാ പറഞ്ഞു? കുഞ്ഞിനാ ചാടി. ഇവിടെ വല്ല ഹോളും ഉണ്ടോ ചോദിച്ചു നോക്കിയിട്ട് ഞാൻ ഇത്ര ഹോളുണ്ടല്ലേ വെറുതെ അല്ലേ. എടാ അവിടെ ഹോളുണ്ടാ. ഒരുത്ത ലാഗ് അടിച്ചിട്ട് വരുന്നു. ലാഗ് ഈസുവിന് അൾട്രാ ലാഗാണ്. അടിച്ചു കൊടുത്താൽ പിന്നെ അടിച്ചു പോലെ എൻ്റെ രീതിയിൽ എൻ്റെ പോലെ ഇവിടുന്ന് ഒരു സാഹസ്യം വേണ്ട. പറ്റൂല ഗൈസ്, നിങ്ങൾ എത്ര നോക്കിയാലും പറ്റൂല. ഇതിനൊക്കെയാണ് കിഴപ്പ് എന്ന് പറയും. എന്നൊക്കെ ഒരു സാഹസ്യം കാണിക്കുക. ഈ സാഹസ്യം വേണ്ട. അതെന്താ ഗൈസ്, ഞാനവിടെ അടുത്തുകൂടി അല്ലല്ലോണ്ടാണ്. ഇവിടെ എന്താ ഗൈസ്? അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ ഒന്നല്ല ചോദിച്ചാൽ നമ്മൾ ചാവും. അതാണ് അതിൻ്റെ മെയിൻ. ഇപ്പോഴത്തില്ലല്ലോ അങ്ങനെ കളിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റത്തെ തരം ഇനിയെന്ത് ചെയ്യണ്ട്? ആ കോടിപ്പൊടി ഉണ്ടല്ലോ അവിടെ. ലാഗടിക്കാം. മേലെ വല്ല സൈത്തന്മാരുണ്ടോ? അവിടെ വേറൊരു സൈത്തുണ്ടല്ലോ. ഇങ്ങോട്ടാ പോകണ്ടേ? ന്യൂസൊക്കെ ഇടുന്നു ഗൈസ്. കൈത്ത് സ്ഥലം മാറ്റി. ചാവടുത്ത് പഠിച്ചോടിക്കോ. അയ്യോ വീണ്ടും ഓണാക്കില്ല. നമുക്കൊരു പണി ചെയ്യാം. ഇവരെ വട്ടം കളിപ്പിച്ചിട്ട് ഓടി പഠിച്ചോട്ടെ. അവന് നല്ല സ്പീഡാണ്. ഇങ്ങനെ ഭ്രാന്താവും. അയ്യാ പറ്റില്ല. പഠിച്ചെടുക്കുക. അവന് നല്ല സ്പീഡാണ്. എന്താ പൈസ അവിടെ ചെയ്യാണ്ട് സത്യം പറഞ്ഞാൽ?
ഇതാണ് നൂബ്. പക്ഷേ നമുക്ക് അതാർന്നു വഴി. പക്ഷേ അത് ഗൈസ് അതാണ് വഴി. എന്താ വരുന്നില്ലേ? അവരുടെ നടത്തം കണ്ടോ? തടിയെ ചാവരുത്. അവിടെ കുറച്ച് നീളം കൂടുതലാണ്. എന്നാ ടെമ്പിൾ റണ്ണോ? ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്നോളജിയാ ചെറിയതെന്തൊക്കെ ചാടാൻ പറ്റും. ഇതെന്താ ഞാൻ അമ്മേ മനസ്സിലായി. അത് ഇവിടെ ഒജാതി ദൂരമുള്ള ഐശ്വാസ് വീടിനെക്കാട്ടും മേലെയുള്ളത്. ഇങ്ങനെ വന്നാലും കഴിച്ചാണ്. അവ ചാടണേൻ്റെ സ്ഥലങ്ങൾ ഇവിടെ നല്ല അന്തരീക്ഷം. മഞ്ഞ സ്ഥലത്തുനിന്ന് ചാടുക. അത് ചാടാൻ പറ്റില്ല. ഇത്ര സ്പീഡ് വരുമ്പോൾ ഒരിക്കലും ചാടാൻ പറ്റില്ല. ഐ ആം ദി noob. ശരി ഗൈസ്, കൺട്രോൾ കിട്ടുന്നില്ല. ഇത് എന്ത് ഭ്രാന്ത്. ഞാൻ ഈ ഗെയിം നിർത്തിയിട്ട് പോകും. അവിടുത്തെ സ്പീഡ് കുറയില്ലേ? വെറുതെ അല്ല. ഒന്ന് വെച്ചിട്ട് എന്താ ഗൈസ് അങ്ങനെ ചാടുന്നു. ഗൈസ് ഇത് കുറച്ച് തല പോയിക്കണ കളിയാണ്. ഞാൻ കൺട്രോൾ വിട്ടില്ലെങ്കിലും പണിയാ, ചാടാൻ പറ്റില്ല. അയ്യോ കീ മാറിപ്പോയി ഗൈസ്. ഇവൻ അയ്യോ ഇങ്ങനെ ഗൈസ് അങ്ങനെ അതുവരെയൊക്കെ എത്തിയ ചരിത്രമല്ലേ ഇതൊക്കെ. 1-2 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കിയെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ വിശ്വസിക്കുമോ ഗൈസ്? രാവിലെ നാളത്തെ തുടങ്ങിയത് അപ്പോൾ ഉച്ചയാവാരേ. ഭ്രാന്ത്. ഇത് പറ്റൂല ഗൈസ്. ഇതിൽ പണ്ടൊക്കെ മോട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഇതെന്താ ഗൈസ്? ഞാൻ അവിടെ നിർത്തിയിട്ട് പോയി. ഗെയിം ഉണ്ടാക്കിയവനെ ഞാൻ കൊല്ലും. അതെങ്ങനെയാടാ അവരവിടെ? എനിക്കൊന്നും പറയില്ല. പറഞ്ഞ പൊരിയണ്ട ഇവന് പൊരി ഇച്ചിരി കുറച്ച് കൂടുതലാ. കണ്ടോ പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയ കുറ്റല്ല, അത് നമ്മൾ കളിക്കാത്തതിൻ്റെ കുറ്റ.
എടാ ഇത് ഫ്രീ ഫയർ അല്ല, പാരഷൂട്ട് വെച്ച് ചാടാൻ. ഇത്രയൊക്കെ കാറ്റ് കൂടിയിട്ട് ഒന്ന് ഇതാക്കാനൊരു നാളെ ചെയ്ത് പറഞ്ഞ ഒരു സമയം. ഇനി ഗൈസ് ഇനി ഞാൻ നേരെ കളിക്കും. എത്ര നേരം കളിച്ചതൊക്കെ ഇവിടെ നന്നായിട്ട് സ്ഥലമുണ്ട് കുറേ. ഗൈസ് ഇതിൽ ചെക്ക് പോയിന്റും കൂടി ഇല്ല, അത്രയും ഇതായിട്ടാണ്. ഇത് കുറേ പേര് 1 മിനിറ്റ് 1 സെക്കൻഡിനുള്ളിലൊക്കെ തീർത്തവരുണ്ട്. ഇത്ര ഞാനൊന്നും വിശ്വസിക്കില്ല, 1 സെക്കൻഡിനുള്ളിലൊക്കെ. പൊരിയണ്ട ചെയ്യ അടേ എടേ 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 ഇതൊന്ന് മേലെ എഴുതിയ കേസ്. എൻ്റെ തല മേലെ എന്താ? ഞാനിത് എന്താ പറയാ, അവിടെ കഴിവേ ഓന് കഴിവുണ്ട് കേട്ടോ. നമുക്ക് സാവധാനം പൂർവ്വം ചെയ്യേണ്ടതാണിത്. ഇതിനെടുത്ത് ഞാൻ ഗൈസ് ഇത് ലോങ് ആവുമെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ് ഇത് തീർക്കാനും എന്ത് വഴിയുള്ളൂ? ഓ പുരിയല്ലേ പുരിയല്ലേ ഇനിയും ഈ വീഡിയോ പിന്നെ ബാക്കി പാട്ട് വാങ്ങിച്ചാൽ കമൻറ്റ് ചെയ്യുക.